ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്നേഹ കൂട്. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബ്രെഡ് സാൻഡ്വിച്ചാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഈസി സാൻഡ്വിച്ച് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബ്രെഡ് സാൻഡ്വിച്ചാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു പാത്രം എടുത്തു വച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ക്യാരറ്റ് ചെറിയ പീസസ് ആയിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തത്, ഒരു ചെറിയ പീസ് ക്യാബേജ് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു ടൊമാറ്റോ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കൈവശം അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ക്യാപ്സിക്കം ഇഷ്ടമാണെങ്കിൽ ക്യാപ്സിക്കം ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഒട്ടും തന്നെ പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമ്മളിതിലേക്ക് 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മയോണൈസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോഴാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മയോണൈസിന് അത്യാവശ്യം ഉപ്പുള്ളതാണ്. അപ്പോൾ നോക്കിയിട്ട് ഉപ്പ് ചേർക്കണം. ഇനി എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ പോലും ഈ രീതിയിൽ സാൻഡ്വിച്ച് തയ്യാറാക്കി കൊടുത്താൽ അവർക്ക് വളരെയധികം ഇഷ്ടമാകും. അപ്പോൾ ഒത്തിരി വെജിറ്റബിൾസ് നമ്മുടെ കുഞ്ഞുങ്ങൾ കഴിക്കുകയും ചെയ്യും. അപ്പം നമ്മുടെ വെജിറ്റബിൾസ് ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ ഫില്ലിംഗ് ഇവിടെ റെഡിയാണ്. സാൻഡ്വിച്ച് തയ്യാറാക്കാനായിട്ട് 4 പീസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ബ്രെഡ് പീസിൻ്റെ മുകളിലേക്ക് ഒരു ചീസിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കാം. അതുപോലെ ഇപ്പുറത്തെ ബ്രെഡിൻ്റെ പുറത്തേക്കും ഇതേപോലെ ചീസ് സ്ലൈസ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ താഴെ വച്ചിരിക്കുന്ന ബ്രെഡ് പീസിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഇങ്ങനെ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ സൈഡിലേക്കും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ അടുത്ത പീസിലേക്കും ഇതുപോലെ ടൊമാറ്റോ സോസ് ഇട്ടിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ചീസ് സ്ലൈസ് വച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ വെജിറ്റബിൾ മിക്സിൻ്റെ ഫില്ലിങ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ അടുത്ത ബ്രെഡ് പീസിൻ്റെ ടോപ്പിലേക്കും വെജിറ്റബിൾസ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ടൊമാറ്റോ സോസ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബ്രെഡ് പീസ് കൊണ്ട് ഈ ഫില്ലിംഗ് ഒന്ന് കവർ ചെയ്യാം. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പോലെ അടുത്ത പീസ് കൊണ്ടും നമുക്ക് ഈ ഫില്ലിങ് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കാം. കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. സാൻഡ്വിച്ച് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്യാം. പാൻ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. പാൻ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിലേക്ക് കുറച്ച് ബട്ടർ ഇങ്ങനെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
നമുക്ക് ഈ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ സാൻഡ്വിച്ച് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചീസ് സ്ലൈസ് വെച്ച് കൊടുത്തിരിക്കുന്ന ആ ബ്രെഡാണ് ബോട്ടം സൈഡിൽ വരേണ്ടത്. കാരണം നമുക്ക് ഈ ചീസ് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് കിട്ടണം. ലോ ഫ്ലെയിമിലാണ് ഇത് ടോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. നമ്മുടെ ബ്രെഡിൻ്റെ ബോട്ടം സൈഡ് ജസ്റ്റ് ഒന്ന് ടോസ്റ്റായി തുടങ്ങിയിട്ടുണ്ട്. ആ ടൈമിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബ്രെഡ് പീസിൻ്റെ ബോട്ടം സൈഡ് ടോസ്റ്റായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എത്ര ക്രിസ്പി ആയിട്ട് വേണോ അത്രയ്ക്ക് നമുക്ക് ഇത് ടോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് ബോട്ടം സൈഡും നന്നായിട്ട് ടോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് അടുത്ത സാൻഡ്വിച്ചും തയ്യാറാക്കിയെടുക്കാം. നമുക്ക് വീണ്ടും സെൻറ്ററിലായിട്ട് ബട്ടർ തേച്ച് കൊടുക്കാം. അടുത്ത സാൻഡ്വിച്ചും നമുക്കിതുപോലെ വെച്ച് കൊടുക്കാം. ഇതും നമുക്ക് നന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം. അടുത്ത സാൻഡ്വിച്ചും നന്നായിട്ട് ടോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സാൻഡ്വിച്ചും ഇവിടെ നന്നായിട്ട് ടോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.